2018 നടന്നൊരു ഇൻസിഡന്റാ. 2018 ജനുവരി 1 തന്നെ. അത് ഓർത്തിരിക്കാൻ കാരണം 1 തീയതി മാത്രമേ മീറ്റിംഗ് നടക്കത്തുള്ളൂ എന്ന് ഒരു IT പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ക്ലയന്റിന്റെ വിസിറ്റ് ആയിരുന്നു. പത്തനംതിട്ടയിലായിരുന്നു. ന്യൂ ഇയറിന് ഞാൻ അവിടെ ചെല്ലുന്നു. ക്ലയന്റുമായിട്ട് ഫെനസ്റ്റയുടെ പ്രോഡക്റ്റ് ആണ് അന്ന് ഡിസ്കഷൻ നടന്നപ്പോൾ ക്ലയന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ്, ഒരു കോമ്പറ്റീഷൻ കൊടുത്ത പ്രൊഡക്റ്റിന്റെ റീഇൻഫോഴ്സ്മെന്റ് ഫൈബർ ആണ്. ഒരിക്കലും തുരുമ്പിക്കാത്തൊരു മെറ്റീരിയലാണ് അവർ യൂസ് ചെയ്യുന്നത് നല്ലത്. ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷമായിരുന്നിട്ട് പോലും എനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല. ഞാനൊരു ടെക്നിക്കൽ ടീമിൽ ചെക്ക് ചെയ്തു, സർ ഫൈബർ നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ യൂസ് ചെയ്യുന്നത് ടാറ്റയുടെ സ്റ്റീലാണ്. ടാറ്റയുടെ സ്റ്റീൽ കൊടുക്കാം, അല്ലെങ്കിൽ ആ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ട് ക്ലയന്റ് പറയുന്നത് ഫൈബർ ആണ്, ഫൈബർ തുരുമ്പിക്കത്തില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജിനെ കുറിച്ചിട്ട് ആ ഡിസ്കഷൻ ആദ്യം ഒരു ഡിബേറ്റ് മോഡിലോട്ട് പോയി. പിന്നെ കുറേ ദിവസങ്ങൾ എടുത്തു ക്ലയന്റിനെ അത് പറഞ്ഞ് മനസ്സിലാക്കിച്ച് ആ ഓർഡർ ഞങ്ങൾ എടുത്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും സിമിലർ ഇൻസിഡന്റ് ആണ് ഇന്നുണ്ടായത്. ഇന്ന് ഹാൻഡ് റെയിലിൻ്റെ ഒരു ഡിസ്കഷൻ വന്ന സമയത്ത് ക്ലയന്റ് പറഞ്ഞൊരു പോയിന്റ്, ജർമ്മൻ ടെക്നോളജി തുരുമ്പിക്കാത്ത സ്റ്റീലാണ് കോമ്പറ്റീഷൻ തരുന്നത്, നിങ്ങളുടേത് ഇന്ത്യൻ മേക്കല്ലേ, അപ്പം മറ്റത് പോകുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത്. ഈ രണ്ട് ഇൻസിഡന്റിലും ഉള്ളൊരു കോമൺ ഫാക്ട്, ഈ ഹാഫ് ട്രൂത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ബേസിക്കലി വരുന്നൊരു സെയിൽസിൽ റെപ്രസെന്റ് ചെയ്ത് വരുന്ന കോമ്പറ്റീഷനിലുള്ള ആളുകൾ ക്ലയന്റിന് കൊടുക്കുന്ന ഹാഫ് ഇൻഫർമേഷൻസ്. എന്നാൽ കസ്റ്റമേഴ്സ് അതൊന്ന് വെരിഫൈ ചെയ്യാനോ അതിന് പിന്നിലുള്ള ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കാനായിട്ട് ശ്രമിക്കാറില്ല. മേ ബി അവരുടെ ടൈറ്റ് ഷെഡ്യൂൾസ് ആയിരിക്കും. ഇത് കൂടുതൽ നടക്കുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ക്ലയൻസിലുമാണ്. കാരണം അവരെപ്പോഴും ബിസി ഷെഡ്യൂൾസിലായിരിക്കും. അപ്പം വരുന്ന സെയിൽസിൽ നിൽക്കുന്ന ആളിനെ ടോട്ടലി ഇനിഷ്യൽ ഫേസിൽ അവരങ്ങ് ട്രസ്റ്റ് ചെയ്യും. ഇവർ പറയുന്ന ഈ ഇൻഫർമേഷൻസ് വെച്ചിട്ടായിരിക്കും ഡിസ്കഷൻസ് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ രണ്ട് ഇൻസിഡന്റിൽ നടന്നതിന് ശേഷം ഞാൻ കഴിയുന്നതും ക്ലയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ടു ഹൂം വി ആർ ടോക്കിംഗ്, നമ്മൾ ആരെടുത്താണ് സംസാരിക്കുന്നത്, അയാളുടെ എക്സ്പെർട്ടൈസ് എന്തൊക്കെയാണ്, പുള്ളി എത്ര വർഷം ഈ ഇൻഡസ്ട്രി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യും. എസ്പെഷ്യലി ഏത് കമ്പനിയാണോ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്, അവരുടെ ഡിജിറ്റൽ അസറ്റ്സ് എത്രത്തോളം ഉണ്ട്, അവരുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ചെക്ക് ലിസ്റ്റുകൾ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള മിസ്ലീഡിങ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മിസ്ലീഡിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് ചിലപ്പം ക്ലയന്റ് അത് വിശ്വസിച്ചിട്ടായിരിക്കും പോകുന്നത്. ഒരിക്കൽ അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി വീട്ടിൽ വരുന്ന കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻസിൽ നമുക്ക് പിന്നെ ഒരു റീകോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിനകത്തില്ല. സോ എപ്പോഴും ചിന്തിക്കേണ്ടത് ടു ഹൂം വി ആർ ടോക്കിംഗ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. ഓരോ ക്ലയൻറ്റും ഏത് പ്രൊഡക്റ്റിൻ്റെ ഡിസ്കഷൻ ആരായിട്ട് നടന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ ബേസിക് ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീടിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻസ് പിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഉണ്ടാകുന്ന ചില മിസ്റ്റേക്സുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ബിക്കോസ് വെൻ ഇറ്റ് കംസ് ടു യുവർ ഡ്രീം ഹോംസ്, എവറി ഡിസിഷൻസ് മേക്ക് സെൻസ്.